ഹായ് നമസ്കാരം. ഗ്രേപ്സ് ഐഡിയമറിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രേപ്സിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ പുതിയത് വരുമ്പോൾ അറിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ, അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ പലപ്പോഴും ക്വാളിറ്റിയെക്കുറിച്ചും സേഫ്റ്റിയെക്കുറിച്ചും മെഡിക്കേഷൻ സേഫ്റ്റിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിക്കുന്ന ഹോസ്പിറ്റൽസാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇന്ന് പഴയതിനേക്കാൾ മനോഹരമായി പേഷ്യൻസിൻ്റെ സേഫ്റ്റിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിന് ഗ്രേപ്സ് ഒരു പുതിയ ഫംഗ്ഷനും കൂടെ തരുന്നുണ്ട്. വേദ എന്ന് പറഞ്ഞ നമ്മളുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മെഡിക്കേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ മെഡിസിൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഫാർമസിസ്റ്റ് അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ വെരിഫൈ ചെയ്യപ്പെട്ട മരുന്നാണ് കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡോക്ടറെ അഡ്വൈസ് ചെയ്തിട്ട് ഡോക്ടറെ കൊണ്ട് വീണ്ടും പുതിയ പ്രിസ്ക്രിപ്ഷൻ എഴുതിച്ച് കൊടുക്കുന്നത് അത്രയും വളരെ ആക്യുറേറ്റ് ആണ് നമ്മുടെ ഫാർമസികളും ഫാർമസിസ്റ്റുകളും നമ്മുടെ പ്രവർത്തനം ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. 1953 ആദ്യമായിട്ട് നമുക്ക് ഒരു മെഡിസിനെ റീകോൾ ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അതിനുമുമ്പുണ്ടായിരുന്ന ഒരു അഗ്രസീവ് മാർക്കറ്റിങ്ങിൻ്റെ മേഖല ആയിരുന്നില്ല എന്നതൊരു കാരണമായിരിക്കാം. ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, മെഡിസിൻ ഇൻഡസ്ട്രി, ആ ഒരു കെമിക്കൽ ഇൻഡസ്ട്രി വളരെയധികം അഗ്രസീവ് മാർക്കറ്റിങ്ങിൻ്റെയും കൂടെ പാർട്ടായിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും മെഡിസിൻ മാനുഫാക്ചേഴ്സ് തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട പല വളരെ ഫേമസ് ആയിട്ട് ഉപയോഗിക്കപ്പെട്ട മരുന്നുകളും കാലക്രമേണ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. ചില പെയിൻ കില്ലറുകൾ വളരെ ഫേമസ് ആയിട്ട് ലക്ഷക്കണക്കിന് പ്രിസ്ക്രിപ്ഷൻസ് പോയിട്ടിരുന്നത് സഡനായിട്ട് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. കാർഡിയാക് അറസ്റ്റിനും സ്ട്രോക്കിനും ഒക്കെ കാരണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ ചില ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിച്ചവർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. വാക്സിനുകളുടെ കാര്യത്തിൽ വളരെ ചെറിയൊരു ശതമാനം ഡെത്ത് റേറ്റ് മാർക്ക് ചെയ്യപ്പെട്ടാൽ തന്നെ പിൻവലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോവിഡിൻ്റെ കാര്യത്തിൽ ഡെത്ത് റേറ്റ് വളരെ കൂടിയ റിപ്പോർട്ടിംഗ് പലതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച പല കോവിഡ് വാക്സിൻസും ഫ്യൂച്ചറിൽ റീകോൾ ചെയ്യപ്പെട്ടേക്കാം. അത്തരത്തിൽ മരുന്നുകൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ആ മരുന്നിൻ്റെ ബ്രാൻഡ്, ആ ഒരു മോളിക്യൂൾ കോമ്പിനേഷൻ ഫുള്ളായിട്ട് റീകോൾ ചെയ്യപ്പെടാറുണ്ട്. ഗവൺമെൻറ്റുകൾ അതിൽ ഇടപെടാറുണ്ട്. പലപ്പോഴും ഇത് അമേരിക്കയിൽ വളരെ ശക്തമായിട്ട് മൂവ് ചെയ്യും. അത് പിൻബലത്തിൽ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യ ഇന്നത് വളരെ ശക്തമായിട്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്, പാക്കിങ്ങിലൊക്കെ പ്രോബ്ലം വന്നിട്ട് ചില ബാച്ചുകളും റീകോൾ ചെയ്യപ്പെടാറുണ്ട്. ചില സമയത്ത് ഫോറിൻ സബ്സ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ബാച്ചുകൾ കംപ്ലീറ്റ് ആയിട്ട് പിൻവലിക്കാറുണ്ട്. പാക്കിങ്ങിൽ റോങ് ആയിട്ട് മെഡിസിൻ കയറി വരാറുണ്ട്. യഥാർത്ഥത്തിൽ പാക്ക് ചെയ്യേണ്ടതല്ലാത്ത മരുന്ന് പാക്ക് ചെയ്ത് നമ്മളുടെ ഫാർമസികളിൽ എത്തിപ്പെടാറുണ്ട്. നമ്മൾ ആ മരുന്നാണെന്ന് കരുതിയാണ് ഡിസ്പെൻസ് ചെയ്യുക. അത് തിരിച്ചറിയുമ്പോൾ കമ്പനികൾ ആ ബാച്ച് ഫുള്ളായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് റീകോൾ ചെയ്യും. ഇത്തരത്തിലുള്ള റീകോളിംഗ് കൃത്യമായി മാനേജ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ റീകോളിന് ശേഷവും പേഷ്യൻറ്റിന് ഈ മരുന്ന് ഡിസ്പെൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പാർട്ടായിട്ട് തന്നെ ഹോസ്പിറ്റലുകൾ വളരെ കൃത്യമായി റീകോൾ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷനാണ്, ഇൻഡസ്ട്രി ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് നമ്മളിത് അവതരിപ്പിച്ചിട്ടുള്ളത്. വേദ ആപ്പിൽ നിങ്ങൾക്കൊരു ബാച്ചോ ഒരു എൻ്റയർ പ്രോഡക്റ്റോ റീകോൾ ചെയ്യാനും, അത് ഗവൺമെൻറ് റീകോൾ ചെയ്തതാണോ മാനുഫാക്ചർ റീകോൾ ചെയ്തതാണോ, ഒരു ബാച്ചിൻ്റെ ഫോറിൻ സബ്സ്റ്റൻസ് പ്രസൻസ് ഉള്ളതുകൊണ്ട് റീകോൾ ചെയ്യപ്പെട്ടതാണോ എന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തുകൊണ്ട് റീകോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ റീകോൾ ചെയ്യപ്പെട്ട മെഡിസിൻ പിന്നീട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് റീകോൾഡ് മെഡിസിൻ ആണ് എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ വരും. സോ ഗ്രേപ്സ് ഐഡിയമറിൽ നിന്നുള്ള വേദ മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസ്പെൻസിങ്ങിൻ്റെ ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുന്നതിനും വളരെ കൃത്യമായിട്ട് ലാസ പ്രോബ്ലംസ് ഇല്ലാതെ, ലുക്ക് ലൈക്ക് സൗണ്ട് ലൈക്ക് പ്രോബ്ലംസ് ഇല്ലാതെ കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്യുന്നതിനും നമ്മളെ ആ റാക്ക് സെറ്റിങ്സ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ വേദ എന്ന് പറഞ്ഞ ഫാർമസി ഡിസ്പെൻസിങ്ങിനും ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള പുതിയ ഫീച്ചറാണ് റീകോൾ ഓഫ് മെഡിസിൻ. നമുക്കതൊന്ന് നമ്മുടെ പേഷ്യൻസിൻ്റെ
ഏറ്റവും സുരക്ഷിതമായ മരുന്നുപയോഗത്തിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലും ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഗ്രേപ്സ് IDMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് വേദയിൽ റീകോൾ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ അത് യൂസ് ചെയ്യാം.